ചെയ്യാൻ വേണ്ടി നോക്കാം. ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലം ആണ്. സോ സൂക്ഷിച്ച് വായിക്കരുത്. എ വാഗൺ ഓഫ് മാസ് 50 tons, okay, starts from rest and travels 30 meters down a 1% grade and strikes a post with a bumper springs as shown in figure. If the rolling resistance of the track is 50 Newton per ton, determine the velocity with which the wagon strikes the post. Also determine the amount by which the spring will be compressed if the bumper spring compresses 1 mm per 20 kN force. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രെയിനിൻ്റെ വാഗൺ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഇരിപ്പുണ്ട്. ഈ വാഗൺ ഇങ്ങനെ താഴോട്ട് വന്നിട്ട് ഒരു സ്പ്രിങ്ങിലേക്ക് വന്ന് ഇടിക്കും. ഓക്കെ, സോ ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് എന്ന് പറയുന്നത്. ഈ പോസ്റ്റിൽ വന്ന് ഇടിക്കുമ്പോഴത്തേനും എന്താ സംഭവിക്കുന്നത്? ഈ വാഗൺ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് 30 meters ആണ്. ഈ സ്പ്രിങ്ങിൽ വന്ന് ഇടിച്ചു കഴിയുമ്പോഴത്തേനും ഇതിനൊരു ചെറിയൊരു കംപ്രഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്നാണ് ഇവിടെ തന്നിട്ടുണ്ടാവുക അല്ലേ. നോക്കാം എന്താ തന്നേക്കണമെന്ന്. ഓക്കെ, സോ ഇവിടെ കണ്ടുപിടിക്കാൻ വന്നേക്കുന്നത് വെലോസിറ്റി വിച്ച് വാഗൺ സ്ട്രൈക്സ് ദ പോസ്റ്റ്. അതായത് ഈ വാഗൺ ഇങ്ങോട്ട് വരുമ്പോൾ ഏത് വെലോസിറ്റിയിലാണ് അത് ഇവിടെ വന്ന് ഇടിക്കുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇവിടെ കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഒന്നും ഡയറക്റ്റായിട്ടല്ല തന്നേക്കണം. ഈ 1% ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻക്ലിനേഷനാണ് തന്നേക്കുന്നത്, പ്ലെയിനിൻ്റെ ഇൻക്ലിനേഷൻ. ചിലപ്പോൾ ഇൻക്ലിനേഷൻ ഡയറക്റ്റ്ലി തരും, അല്ലെങ്കിൽ ഇങ്ങനെ പെർസെൻറ്റേജ് ഗ്രേഡായിട്ടും തരും. പെർസെൻറ്റേജ് ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൈൻ തീറ്റയാണ്. ഓക്കെ, സൈൻ തീറ്റയാണ് 1% എന്ന് തന്നേക്കുന്നത്. 1% എന്ന് പറഞ്ഞാൽ എന്താ, 1/100 ആണ്. സോ 0.01 ആണ് സൈൻ തീറ്റയുടെ വാല്യൂ. പിന്നെ ഈ തന്നേക്കുന്ന സ്പ്രിംഗ് കംപ്രസസ് ഫോർ 1 mm per 20 kN ഫോഴ്സ് ആണ്. അത് സ്പ്രിങ്ങിൻ്റെ ഒരു സ്റ്റിഫ്നെസ് ഉണ്ട്. ആ സ്റ്റിഫ്നെസ് അവർ ഇവിടെ 1/k ആയിട്ടാണ് തന്നേക്കുന്നത്. സ്റ്റിഫ്നെസ്സിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ kN/mm ആണ്. ഇവിടെ നമുക്ക് തന്നേക്കുന്ന വാല്യൂ നോക്കുക, mm/kN. അപ്പോൾ ഇത് 1/kയുടെ വാല്യൂ ആണ്. ഓക്കെ, സോ എല്ലാം കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടാണ് തന്നേക്കുന്നത്. സോ സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിംഗ് ഇസ് ഗിവൺ ആസ് 1 mm per 20 kN ഫോഴ്സ്, ദാറ്റ് ഈസ് 1/k. 1/k ഈക്വൽ ടു 1/20 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ k ഈക്വൽ ടു എത്ര വരും? 20. യൂണിറ്റ് വിൽ ബി kN/mm. ഓക്കെ, ഇനി തന്നിരിക്കുന്നത് നോക്കാം മാസ് എന്ന് പറയുന്നത് എത്ര തന്നിരിക്കുന്നത്? 50 ton ആണ്. 1 ton എന്ന് പറഞ്ഞാൽ 10³ kg ആണ്. 50 × 10³ kg. എല്ലാ SI യൂണിറ്റിലേക്ക് എഴുതണം. ഓക്കെ, ഇനി ഇനിഷ്യൽ വെലോസിറ്റി u ആണ്. u എന്ന് പറയുന്നത് 0 ആണ്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-യിലാണ്. ഫ്രീ ഫോളിംഗ് ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. ഇവിടെ ഒന്ന് ഇടിക്കുമ്പോൾ അതിനൊരു വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റിയാണ് കാണാൻ പറഞ്ഞേക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇനിഷ്യലി ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് 30 meter. ഓക്കെ, അപ്പോൾ ഈ തന്നേക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് തീറ്റ കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ. ഇനി റോളിംഗ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. റോളിംഗ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് ട്രാക്കിൽ കൂടെ മൂവ് ചെയ്യുമ്പോഴുള്ള റെസിസ്റ്റൻസ് ആണ്. അത് 50 Newton/ton എന്നാണ് തന്നേക്കുന്നത്. ഓക്കെ, അതായത് ഓരോ ടണ്ണിനും 50 Newton. അപ്പോൾ ടോട്ടൽ റോളിംഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫോഴ്സ് അല്ലേ, റോളിംഗ് റെസിസ്റ്റൻസ്, അത് ന്യൂട്ടണിലായിരിക്കണം. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ 50 Newton/ton ഇൻറ്റു വെയിറ്റ് ഇൻ ടൺ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 50 ton ആണ് വെയിറ്റ് വന്നേക്കുന്നത്. സോ 50 Newton/ton ഇൻറ്റു 50 ton ചെയ്യുമ്പോൾ 2500 Newton കിട്ടും. സോ ടോട്ടൽ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് ഈക്വൽ ടു 2500 Newton. ഇനി ഇപ്പോൾ തന്നേക്കുന്ന സാധനങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ DLMS പ്രിൻസിപ്പിൾ ഈ ബോഡിയിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ W sin θ താഴത്തേക്ക് അപ്ലൈ ചെയ്യണം. ഇങ്ങോട്ട് ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് മുകളിലേക്ക്. ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? μ × Rn ആയിരിക്കും. Rn എന്ന് പറഞ്ഞാൽ W cos θ ആണ്. അപ്പോൾ μ W cos θ ആണ് ഫ്രിക്ഷൻ റെസിസ്റ്റൻസ്. ഈ DLMS ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്യുക. Fi = ma ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് മോഷനിൽ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ W sin θ മൈനസ് ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് മൈനസ് ma എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇതിനകത്ത് W എന്ന് പറഞ്ഞത് 50 ton ഇൻറ്റു G ആണ്. 50 × 10³ ഇൻറ്റു G. സൈൻ തീറ്റയുടെ വാല്യൂ 0.01. പിന്നെ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് μ W cos θ ആണ്. അത് നമ്മൾ ഓൾറെഡി അപ്പുറത്ത് കണ്ടുപിടിച്ചു. അപ്പോൾ അത് 2500 ആണ്. സോ മൈനസ് m എന്ന് പറയുന്നത് 50 × 10³ ഇൻറ്റു a. സോ ഈ ഇക്വേഷൻ്റെ അകത്ത് നോക്കുക, ആക്സലേഷൻ മാത്രമാണ് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്. അത് ഇവിടുന്ന് കണ്ടുപിടിക്കുമ്പോൾ ഈ വാല്യൂ കിട്ടണം. ഓക്കെ, ഇനി നമുക്കറിയാം ന്യൂട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ വെച്ച് v² = u² + 2as എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇവിടെ നമുക്ക് v അറിയാം, u അറിയാം, s അറിയാം. u എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി 0, a ഇപ്പോൾ കണ്ടുപിടിച്ചു, ഡിസ്പ്ലേസ്മെൻറ്റ് s. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഫൈനൽ വെലോസിറ്റി നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് വെലോസിറ്റി വിത്ത് വിച്ച് ദ വാഗൺ സ്ട്രൈക്സ് ദി പോസ്റ്റ്. ഇനി ഇത് എമൗണ്ട് ബൈ വിച്ച് ദ സ്പ്രിംഗ് കംപ്രസസ്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ വർക്ക് എനർജി ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. വർക്ക് എനർജി ഇക്വേഷൻ ദെൻ വർക്ക് ഡൺ ബൈ ദ സ്പ്രിംഗ് വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. ഓക്കെ, ഇതിനകത്ത് വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ആണ് ½ എന്ന് പറയുന്നത്. where k is a stiffness and x is a distance by which the spring compresses. Okay, distance by which the spring compresses. അപ്പോൾ ½ ഈക്വൽ ടു ½ m × v² - u². ഇനി എല്ലാ ടേംസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ. ഇതിനകത്ത് ½ m v² - u² എന്ന് പറയുന്നത് എന്തായിരുന്നു? u എന്ന് പറഞ്ഞാൽ 0 ആണ്. വിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇത് കിട്ടും. ഇവിടെ യൂണിറ്റ് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു ½ kx² എന്നാണ്.
അപ്പോൾ k × x² ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ x ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ?